ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം കാണാൻ പോകട്ടോ. ഞങ്ങൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ഒരു മാക്സിമം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാട്ടോ പോകുന്നത്. പിന്നെ ചേട്ടായി സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാനും പപ്പയും പൊന്നാറ്റിയും ഹന്നൂട്ടിയും എഫ്രൂട്ടനും കൂടെ ആട്ടോ പോകുന്നത്. ആദ്യം തന്നെ ചെല്ലുമ്പോൾ കാണുന്നത് ഇതേപോലുള്ള റൈഡുകളാണ്. ഇഷ്ടം പോലെ റൈഡുകളുണ്ടായിരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കയറാൻ പറ്റുന്നുള്ള റൈഡുകളുണ്ട്. പക്ഷെ ഞങ്ങളൊന്നിലും കയറിയില്ല, കാരണം അല്ലാതെ തന്നെ ഒത്തിരി കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ ബലൂണൊക്കെ ആയിട്ടും ഒക്കെ ഇഷ്ടം പോലുള്ള കച്ചവടക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. തെള്ളിയൂർ വൃശ്ചിക വാണിഭം എന്ന് പറയുന്നത് തെള്ളിയൂർക്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പ്രസിദ്ധമായ കാർഷിക മേളയാട്ടോ. ശരിക്കും പറഞ്ഞൊരു മണ്ഡല വ്രതാരംഭ ദിനം മുതൽ 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കാർഷിക മേളയാണ്. ഇപ്പോൾ തിരക്ക് കൂടുതലാണെങ്കിൽ ഒരാഴ്ചയും കൂടെയൊക്കെ മുന്നോട്ട് പോകാറുണ്ട്. കാർഷിക വിളകളും അതുപോലെ ആയുധങ്ങളും ഒക്കെ പരമ്പരാഗത രീതിയിലുള്ള വീട്ടുപകരണങ്ങളും ഒക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും എത്തുന്നത്, വാണിഭത്തിന് വേണ്ടി എത്തുന്നത്. ഇത് കണ്ടോ, ധാരാളം പൂച്ചെടികളും പൂച്ചട്ടികളും ഫർണിച്ചറുകൾ വരെ ഇവിടെ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ മടുത്തപ്പോൾ എന്നാൽ ഐസ്ക്രീം മേടിച്ച് കഴിക്കാമെന്ന് തോന്നി കേട്ടോ. ഒരു തണുപ്പൊക്കെ വേണ്ടേ, അതിന് ഞങ്ങൾ ഐസ്ക്രീമും മേടിച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെയും കാഴ്ചകൾ കാണാൻ വേണ്ടി മുന്നോട്ട് നടന്നേ. പരമ്പരാഗതമായ കാർഷിക വിളകൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ആധുനിക ഗൃഹോപകരണങ്ങളും അതുപോലെ നോക്കിയ ധാരാളം കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അന്യം നിന്ന് പോയേക്കാവുന്ന പല കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിളകളുടെയും പ്രദർശനവും വിൽപ്പനയും ഒക്കെ നടക്കുന്ന ഈ തെള്ളിയൂർ വൃശ്ചിക വാണിഭം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പാരമ്പര്യ വ്യാപാര മേളയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സംഭവങ്ങളും സാധനങ്ങളും ഒക്കെ ഈ വേളയിൽ നിന്ന് നമുക്ക് വില പേശി തന്നെ മേടിക്കാവുന്ന സൗകര്യമുണ്ട്. അതേപോലെ പരമ്പരാഗത കൃഷി ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും മുതൽ ആധുനിക വസ്തുക്കൾ വരെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഈ മേളയെ ജനകീയമാക്കുന്നത്. കുറേ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെയും ദാഹിച്ചു. അങ്ങനെ ഞങ്ങൾ കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായ തെള്ളിയൂരമ്മയുടെ നടയിൽ വിശ്വാസികളൊക്കെ വൃശ്ചിക 1 കാഴ്ചകളുമായി എത്തുന്നുവെന്നാട്ടോ ഈ മേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ കൃഷി വിളകൾ അല്ലെങ്കിൽ കുലത്തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ദേവിക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത്. പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ഉണക്കസ്രാവുകളാണ് ദേവിക്ക് നേർച്ചയായിട്ട് സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇന്നും ഇവിടെ ഉണക്കസ്രാവ് വിൽപ്പന പതിവ് തെറ്റാതെ നടക്കുന്നുണ്ട് കേട്ടോ. അതും ഈ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. കുറേ നടന്ന് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഹന്നൂട്ടിക്ക് ഫ്രൂട്ടിനൊക്കെയുള്ള ബലൂണുകളും കളിപ്പാട്ടങ്ങളും അല്ലാതെ ചിലരുടെ സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.